ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ കൊത്വയിൽ നിന്നും പെഷവാറിലേക്ക് പോയ യാത്രാ ട്രെയിൻ ഭീകരർ തട്ടിയെടുത്തിരിക്കുന്നു. ബലൂജ് ലിബറേഷൻ ആർമിയുടെ പോരാളികൾ ആ ട്രെയിൻ തട്ടിയെടുത്തു എന്ന് BLA തന്നെ അവകാശപ്പെടുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന് ശക്തമായ തിരിച്ചടി. പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്ക് മുന്നിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രകടനം BLA നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോരാളി സംഘമാണ് BLA. ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് BLA ആവശ്യപ്പെടുന്നു. ബലൂചിസ്ഥാൻ്റെ വിഭവശേഷിയെ ഊറ്റിയെടുത്തുകൊണ്ട് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ തിന്നു കൊഴുക്കുകയും തിന്നു വീർക്കുകയും ചെയ്തിട്ട് ബലൂചിസ്ഥാനിലെ ജനങ്ങളെ വെറും കറിവേപ്പില പോലെ തള്ളിക്കളയുകയാണെന്ന് അവർ കാലങ്ങളായി പറയുന്നു. അതുകൊണ്ട് പാകിസ്ഥാനെ തിന്നു കൊഴുപ്പിക്കാൻ ഞങ്ങളുടെ വിഭവശേഷി, ഞങ്ങളുടെ മിനറൽസ് കൊടുക്കേണ്ടതില്ല എന്ന് ബലൂചിസ്ഥാൻ വ്യക്തമായി പറയുന്നു. ബലൂചിസ്ഥാന് സ്വതന്ത്രമായൊരു രാജ്യം വേണം, കാലങ്ങളായുള്ള ആവശ്യമാണ്. ബലൂചിസ്ഥാനെ ചതിയിലൂടെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി മാറ്റി അവിടുത്തെ വിഭവശേഷിയെ ഊറ്റിയെടുത്തുകൊണ്ട് തടിച്ചു വീർക്കുന്ന പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾക്ക് മുന്നിൽ ഇനി മുട്ടുമടക്കാനില്ല എന്ന് ബലൂചിസ്ഥാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ്റെ ഈ പോരാട്ടത്തിന് പിന്നിൽ ഇന്ത്യ എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇന്നും ഇന്നലെയുമല്ല, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇന്ത്യ ഒളിഞ്ഞും തെളിഞ്ഞും ബലൂചിസ്ഥാനെ സഹായിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ആ സഹായത്തിൻ്റെ വ്യാപ്തി കൂടി, ആക്കം കൂടി. ശരിയാണ്, കഴിഞ്ഞ 8-10 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണ് ബലൂചിസ്ഥാൻ്റെ സേന ഇത്രത്തോളം പ്രബലമായതും ശക്തമായതും. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാൻ നെടുകെ പിളരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. പാകിസ്ഥാൻ 1ഉം 2ഉമല്ല 4ആയി പിളരാൻ പോവുകയാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖല സ്വതന്ത്ര രാജ്യമായി മാറാൻ പോകുന്നു. ബംഗ്ലാദേശിനുള്ള അടുത്ത മേഖലയിൽ താലിബാൻ വലിയ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. താലിബാൻ സേന 2ഉം 3ഉം 5ഉം 6ഉം ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് താലിബാൻ്റെ കടന്നുകയറ്റം പാകിസ്ഥാൻ്റെ ആ മേഖലയിലേക്കുണ്ടായത്. ആ മേഖലയിലെ പല ഗ്രാമങ്ങളും ഇപ്പോൾ താലിബാൻ്റെ അണ്ടറിലാണ് എന്നുള്ള വാർത്തകൾ ശരിയാണ്. ഏത് നിമിഷവും ഒരു കലാപം നടത്തി അവിടെയുള്ള ഭരണം താലിബാൻ പിടിച്ചെടുക്കാം. അപ്പോൾ 2ആയി പിളർന്നു. മൂന്നാമത്തേത്, പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും അധികം വൈകാതെ. അതിൽ യാതൊരു സംശയവുമില്ല. പാക് അധീന കാശ്മീരിനെ എത്രയും വേഗം ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയുടെ ഭരണകൂടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ ഞങ്ങൾ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കും. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായാൽ മാത്രമേ തനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് കറാച്ചിയുമായി അനുബന്ധപ്പെട്ട കുറച്ച് പ്രദേശങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം നിയന്ത്രിക്കാൻ ആ ഭരണകൂടത്തിന് കഴിയുന്നില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്ത് ഭീകരവാദികൾക്ക് ആയുധങ്ങളും പണവും കൊടുത്ത് ഇന്ത്യയിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ച പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി കുതിച്ചു മുന്നേറുമ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥയോ? പാകിസ്ഥാൻ ഓരോ ദിവസവും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ പട്ടിണി, കൊടും പട്ടിണി. പാകിസ്ഥാനിൽ സാമ്പത്തിക അവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വിഭവമില്ല, അതുപോലെ ഭക്ഷ്യധാന്യങ്ങളില്ല, മറ്റ് സംരംഭങ്ങളില്ല, വ്യവസായമില്ല. എന്തിനേറെ പറയുന്നു, കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാനുള്ള ഫണ്ട് പോലും ആ രാജ്യത്തില്ല. പണപ്പെരുപ്പം വർദ്ധിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ തീവ്രവാദം വിതച്ച ഒരു രാജ്യം തീവ്രവാദം കൊയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീവ്രവാദത്തിന് വേണ്ടി വിത്തും വളവും നൽകിയ ഒരു രാജ്യത്തിന് ആ തീവ്രവാദം തിരിച്ചടി നൽകുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായി പാകിസ്ഥാൻ ഛന്ന ഭിന്നമാകാൻ പോകുന്നു. പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരാൻ പോകുന്നു.
പാകിസ്ഥാനിൽ നിന്ന് വേർപിരിയണമെന്ന് മുറവിളി ഉയരുന്നു. പാക് അധീന കാശ്മീരിൽ എത്രയോ കാലങ്ങളായി പൊതുജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ട, ഞങ്ങൾക്ക് തൊട്ടയൽപക്കത്തുള്ള ജമ്മു കശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പോലെയുള്ള സമാധാനം അനുഭവിക്കണം, അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തണം, ഞങ്ങളുടെ മക്കൾ പഠിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് ജോലി ലഭിക്കണം, അവർക്ക് സുന്ദരമായ ഒരു ഭാവി ഉണ്ടാകണം. അല്ലാതെ ഈ തെരുവുകളിൽ, ഈ താഴ്വാരങ്ങളിൽ തീവ്രവാദം വളർത്താനും തീവ്രവാദം വിളയിക്കാനും മാത്രമുള്ള പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിന് കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നതാണ്. എന്നിട്ടോ ആ ജനങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് പാകിസ്ഥാൻ. ഏറ്റവും ഒടുവിലായി ഹമാസിൻ്റെ ഭീകരന്മാരെ കൊണ്ടുവന്നിരിക്കുന്നു പാക് അധീന കാശ്മീരിൽ. എന്നിട്ട് അവർക്ക് അവിടെ അഭയം നൽകിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക്, ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിന് മുഖ്യാതിഥിയായി കൊണ്ടുവന്നത് ഹമാസിൻ്റെ കൊടും ഭീകരന്മാരെയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഹമാസിൻ്റെ ഭീകരത പടർത്താനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നു. അതിനുള്ള തിക്തഫലം അധികം വൈകാതെ പാകിസ്ഥാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ മുക്തമാകും. ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായി ഉടൻ പ്രഖ്യാപിക്കപ്പെടും. പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പാകിസ്ഥാനെ പിളർത്തിക്കൊണ്ട് ബലൂചിസ്ഥാൻ എന്ന രാജ്യം ഉയർന്നു വരും. അധികം താമസമില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്, അതിനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു കാണുന്നത്. 400ഓളം പാകിസ്ഥാൻ പൗരന്മാരെ ബന്ദിയാക്കിയിരിക്കുന്നു. ഈ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യം നിറവേറ്റണമെന്ന് പാക് സർക്കാരിനോട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിരിക്കുന്നു. ബലൂചിസ്ഥാന് പിന്നിൽ നേരത്തെ ചൈനയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗമായ റോയാണ്. റോയുടെ സാങ്കേതിക, സൈനിക, സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യ അത് പലവട്ടം നിഷേധിച്ചതുമാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ, മറ്റൊരു രാജ്യത്ത് തീവ്രവാദം നടത്തുന്നതിൽ ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അജിത് ഡോവലാണ് ഇതിന് പിന്നിലെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഒരു കാലത്ത് പാകിസ്ഥാനിൽ റോയുടെ ചാരനായി, വേഷപ്രച്ഛന്നായി പതിറ്റാണ്ടുകളോളം നിന്ന ആളാണ് അജിത് ഡോവൽ. അപ്പോൾ ഡോവലിനറിയാം. അപ്പോൾ കൂടെ കിടക്കുന്നവന് മാത്രമേ രാപ്പനി അറിയാവൂ എന്നുള്ള പറയുന്നത് പോലെ അജിത് ഡോവൽ എന്ത് ചെയ്യുമെന്നുള്ളത് കൃത്യമായി പാകിസ്ഥാൻ അറിയാം. അജിത് ഡോവലാണ് ഈ കൂട്ടക്കൊലയ്ക്കൊക്കെ പിന്നിൽ. നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ മതപുരോഹിതനായ മുഫ്തി ഷാ മിർ ബലൂചിസ്ഥാന് സമീപമുള്ള ഒരു പള്ളിക്ക് മുന്നിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. അജ്ഞാതന്മാരുടെ വിളയാട്ടമാണ് പാകിസ്ഥാനിൽ. എവിടെയും അജ്ഞാതൻ. ഏത് ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ സംഭവങ്ങളിൽ, തീവ്രവാദ കേസുകളിലെ പ്രതികളായിട്ടുള്ള എല്ലാ തീവ്രവാദികളെയും ഭീകരവാദികളെയും അജ്ഞാതൻ നിരന്തരം തലങ്ങും വിലങ്ങും വേട്ടയാടി കൊലപ്പെടുത്തുകയാണ്. ഈ അജ്ഞാതർക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് പിറ്റേ ദിവസം പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുകയും ചെയ്യും. എന്താണ് തെളിവെന്ന് ഇന്ത്യ കേൾക്കും. ഒരു തെളിവുമില്ല. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് തെളിവ് തരണ്ടേ? ആ തെളിവില്ല. വെറുതെ കാടടച്ച് വെടിവെക്കും പോലെ ഇന്ത്യയാണ് ഇതിന് പിന്നിൽ. കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോയ മതപുരോഹിതനെ കൊന്നതിന് പിന്നിൽ ഇന്ത്യ. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്ത മതപുരോഹിതനെ കൊന്നതിന് പിന്നിൽ ഇന്ത്യ. ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യ. വേണമെങ്കിൽ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലും ഇന്ത്യ എന്ന് പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചേക്കാം. എന്തായാലും പാകിസ്ഥാൻ നെടുകയും കുറുകയും പിളരാൻ പോവുകയാണ്. തകർന്ന് തരിപ്പണമടിയുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. തീവ്രവാദം വിതച്ച രാജ്യം തീവ്രവാദം കൊയ്യുകയാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഒടുവിൽ പാകിസ്ഥാൻ തുറന്നുവിട്ട ഭീകരവാദത്തിൻ്റെ ഭൂതം പാകിസ്ഥാനെ പാടെ വിഴുങ്ങുകയാണ്. ഭീകരവാദത്തിൽ തകർന്നടിയുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ഏറ്റവും ഒടുവിലായി പാകിസ്ഥാൻ ഭരണകൂടത്തെ നാണം കെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ 400ഓളം പൗരന്മാരടങ്ങിയ യാത്ര ചെയ്തിരുന്ന ഒരു ട്രെയിൻ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ സൈന്യത്തെ നാണം കെടുത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ആകെ നാറി നാമാവശേഷമായിരിക്കുന്നുവെന്ന് ചുരുക്കത്തിൽ പറയാം.